പുത്തൂർ ഗ്രാമപഞ്ചായത്തിന്റെ 2024-25 വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി 1,60,000 രൂപ വകയിരുത്തി SC വിദ്യാർത്ഥികൾക്ക് പഠനോപകരണം വിതരണം ചെയ്തു. പഠനോപകരണ വിതരണ ഉദ്ഘാടനം പുത്തൂർ ഗ്രാമപഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ PS സജിത്ത് നിർവഹിച്ചു. വാർഡ് മെമ്പർ PB സുരേന്ദ്രൻ അധ്യക്ഷത വഹിച്ചു. അസിസ്റ്റന്റ് സെക്രട്ടറി പോൾ KM സ്വാഗതവും മെമ്പർമാരായ രാഹുൽ, മിനി റജി എന്നിവർ സംസാരിച്ചു. പുത്തൂർ ഗ്രാമപഞ്ചായത്തിലെ വിവിധ LP സ്കൂളിൽ പഠിക്കുന്ന 4ാം സ്റ്റാൻഡേർഡിൽ പഠിക്കുന്ന SC കുട്ടികൾക്കാണ് മേശ, കസേര എന്നിവ വിതരണം ചെയ്തത്. ₹5,000 വില മേശയുടെ സേവനം കൊടുക്കും. നമ്മൾ വലിയ മേശയാണ് നമ്മളൊക്കെ ഓഫീസിൽ ഉപയോഗിക്കുന്ന മേശയാണ് കുട്ടികൾക്ക് കൊടുക്കുന്നത്. അതിൻ്റെ ഒരു മൂല്യം കണക്കാക്കി തന്നെ നിങ്ങളെല്ലാവരും നല്ല രീതിയിൽ കുട്ടികൾക്ക് ആ സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കുക. പഠിക്കാനുള്ള സൗകര്യം നമ്മൾ പഞ്ചായത്തിൻ്റെതായിട്ട് എല്ലാ കൊല്ലം ചെയ്യുന്ന പദ്ധതിയാണിത്. നമ്മളൊന്നും ചെറുപ്പത്തിൽ പഠിക്കാനുള്ള സൗകര്യങ്ങൾ എന്തൊക്കെ നമ്മൾ ചെയ്യണ്ടേ? ഇവിടെ പുത്തൂർ സ്കൂളിൽ വരുന്ന കുട്ടികൾക്ക് ഭക്ഷണം കൊടുക്കുന്നുണ്ട്, ടെസ്റ്റ് കൊടുക്കുന്നുണ്ട്, അത് തന്നെ മനോഹരമായ കെട്ടിടങ്ങൾ പടുന്നുണ്ട്. ലോകോത്തര നിലവാരത്തിൽ പഠിക്കാനുള്ള എല്ലാ സൗകര്യങ്ങളും, അതായത് ഒരു മുതലാളി വലിയൊരു പണക്കാരൻ പഠിക്കണ അതേ സൗകര്യത്തോടുകൂടി ₹1 മുതൽ മുടക്കാതെ പഠിക്കാനുള്ള സൗകര്യം കേരള ഗവൺമെൻറ് ചെയ്തതിൻ്റെ ഭാഗമായിട്ടാണ് പഞ്ചായത്ത് പദ്ധതി തയ്യാറാക്കി നിങ്ങളെ പഠിപ്പിക്കുന്നത്. അതിൻ്റെ ഗുണം നമുക്ക് താഴെ തട്ടിലുള്ള എല്ലാ വീടുകളിലും കാശുണ്ടോ ഇല്ലയോ എന്നതല്ല പ്രത്യേകത. എല്ലാ കുട്ടികൾക്കും പഠിക്കാനുള്ള നല്ല അവസരം, പഠിക്കാനുള്ള അവസരം ഒരുക്കുന്ന ഭൗതിക സൗകര്യങ്ങളും എല്ലാം നടക്കേണ്ട ഭാഗം തന്നെയാണ്. അത് ഭാഗമായിട്ട് എല്ലാ വിഭാഗം കുട്ടികളും നല്ല രീതിയിൽ പഠിച്ചു വളർന്ന് നമ്മുടെ നാടിനെ ഇന്ത്യക്കൊരു മാതൃക ആകാവുന്ന രീതിയിൽ നമ്മൾ എത്തിക്കഴിഞ്ഞു. ഇപ്പോൾ ഏത് വീട്ടിൽ ചെന്നാലും നമുക്ക് ബിരുദമില്ലാത്ത കുട്ടികളെ കാണാൻ കഴിയില്ല. അത് കേരളത്തിൻ്റെ പ്രത്യേകതയാണ്. നിങ്ങളൊക്കെ UP പോയി കഴിഞ്ഞാൽ സ്വന്തം പേരായിട്ട് അറിയുന്നത് ആരെങ്കിലും അതാണ് പ്രത്യേകത. അപ്പോൾ ഇന്ത്യയിലെ 28 സംസ്ഥാനങ്ങളിലെ ഏറ്റവും നല്ല വിദ്യാഭ്യാസമുള്ള സംസ്ഥാനമായി കേരളം മാറിയിട്ടുണ്ട്. ഏറ്റവും അധികം അഭ്യസ്തവിദ്യരെ പുറത്ത് ജോലി ചെയ്യുന്ന വലിയ ശമ്പളം മേടിക്കുന്ന ആളുകളായിട്ട് നമ്മൾ കേരളം മാറിയിട്ടുണ്ട്. അപ്പോൾ ആരോഗ്യ രംഗത്തും വിദ്യാഭ്യാസ രംഗത്തൊക്കെ വലിയ മാറ്റം. ഇപ്പോൾ പുത്തൂർ പഞ്ചായത്തിൽ നിന്ന് പുത്തൂർ സ്കൂളിൽ നിന്ന് പോയി കണ്ടേ ഏകദേശം 15 കോടി രൂപ, ഏതാണ്ട് 1,500 ലക്ഷം രൂപ മുടക്കിയിട്ടാണ് അവിടെ കളിക്കാനുള്ള ഗ്രൗണ്ട് അടക്കം നമ്മൾ ഒരുക്കുന്നത്. അപ്പോൾ ചെറുകുന്ന് സ്കൂള് അപ്പന്നെ എന്ന് പറയുന്ന ഒരു പദ്ധതി കൂടെ നമ്മൾ നടപ്പാക്കി പോകുന്നു. നാളെ ബിരുദത്തിൽ വരുന്ന വിദ്യാർത്ഥികൾക്കുള്ള ലാപ്ടോപ്പ് ആ വിതരണം കൂടെ നാളെ നമ്മൾ നടത്താൻ പോവുകയാണ്. 40,000 രൂപയാണ് ലാപ്ടോപ്പിന്റെ വില ഒരു ലാപ്ടോപ്പിനായിട്ട് വരുന്നത്. അപ്പോൾ ഗ്രാമപഞ്ചായത്തിന്റെ വിവിധങ്ങളായ പദ്ധതികൾ വിദ്യാഭ്യാസ മേഖലയ്ക്കകത്ത് അത്തരത്തിലുള്ള നല്ല രീതിയിലുള്ള പദ്ധതികൾ നടപ്പാക്കി വരുമ്പോൾ അതിനനുസൃതമായ ഒരു പഠന നിലവാരം ഉയർത്തിക്കൊണ്ട് ഗ്രാമപഞ്ചായത്തിന്റെ കീഴിൽ വരുന്ന ഗവൺമെന്റ് സ്കൂളുകളെ ആ നിലവാരത്തിലേക്ക് ഉയർത്തി ആ നിലവാരം മെച്ചപ്പെടുത്തിക്കൊണ്ട് അതിന്റെ ഭൗതിക സാഹചര്യം ഈ നാടിനകത്ത് ഉപയോഗപ്പെടുത്തി പോകണമെന്നാണ് ഗ്രാമപഞ്ചായത്ത് ആഗ്രഹിക്കുന്നത്. അപ്പം നമുക്ക് നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഇത്തരത്തിലുള്ള പദ്ധതികളൊക്കെ നടപ്പാക്കി വരുമ്പോൾ അതിൻ്റെ ഒരു പ്രയോജനം നല്ല രീതിയിൽ നമുക്ക് ഉപയോഗപ്പെടുത്തി പോകാനായിട്ട് നമുക്ക് കഴിയണം. അപ്പോൾ അതിനെ നിങ്ങളെല്ലാവരും അത്തരത്തിൽ പ്രയോജനപ്പെടുത്തിക്കൊണ്ട് നമ്മുടെ ഭാവി വിദ്യാർത്ഥി എന്ന രീതിയിൽ വരുന്ന വിദ്യാർത്ഥികൾക്കുള്ള അതൊരു പ്രചോദനമാക്കിക്കൊണ്ട് വരും ദിവസങ്ങളിലും വരും നാളുകളിലും അതിന്റെ പ്രയോജനം നല്ല രീതിയിൽ ലഭിക്കട്ടെ എന്ന് മാത്രം ആശംസിച്ചുകൊണ്ട് ഇതിന്റെ ഔപചാരികമായ ഉദ്ഘാടന കർമ്മം നിർവഹിച്ചായി അറിയിച്ചുകൊണ്ട് നിർത്തുകയാണ്. നന്ദി, നമസ്കാരം.